വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. ഇന്നലെയും പലരും പ്രേക്ഷകരൊക്കെ പങ്കുവച്ചിരുന്നു ശക്തമായ മഴയുണ്ട് ഇവിടെയെന്ന്. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. കോഴിക്കോടും മഴ തുടരുന്നു. കോഴിക്കോട് നിന്ന് സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. മഴയുടെ അവസ്ഥ എങ്ങനെയുണ്ട്? കനത്ത മഴ തന്നെയാണോ ഇപ്പോഴും? മോത്തി, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് ഈ രാവിലെ ഈ നിമിഷം വരെ കനത്ത മഴ തന്നെയുണ്ട്. കോഴിക്കോടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് മഴ പെയ്യുന്നത്. ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് എവിടെയും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. കുറ്റ്യാടിയിലൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. എന്തായാലും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ, കനത്ത രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഗതാഗതത്തെയും അതുപോലെ തന്നെ പൊതുജന ജീവിതത്തെയും ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനി കാസർഗോഡ് ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ, കാസർഗോഡ് ജില്ലയിൽ നഗരപ്രദേശങ്ങളിലാണെങ്കിലും മലയോര പ്രദേശങ്ങളിലാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെ കനത്ത മഴയുണ്ട്. ഇത്തരത്തിൽ ദേശീയപാത വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഗതാഗതത്തെ സാരമായ തോതിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരിലും സമാനമായ അവസ്ഥ തന്നെയാണ്. കണ്ണൂരിലും ഇത്തരത്തിൽ ഇതുപോലെ തന്നെ നിർത്താതെ മഴ പെയ്യുന്ന തുള്ളിക്കൊരു കുടം എന്ന രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ വടക്കൻ ജില്ലകളിൽ ഈ തോതിൽ മഴ പെയ്യുകയാണെങ്കിൽ ജനജീവിതത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരും. മലയോര മേഖലയിലും അതുപോലെ തന്നെ തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ ഇന്നലെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിലമ്പൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ ടൂറിസം മേഖലകളിലൊക്കെ തന്നെ പോയി കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അവരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോൾ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മലയോര മേഖലകളിലേക്കൊക്കെ തന്നെ പോകുന്ന ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം വരുന്നുണ്ട്. അതെല്ലാവരും പാലിക്കണം. തീരദേശ മേഖലകളിലേക്ക് പോകുന്ന ആളുകളും മത്സ്യത്തൊഴിലാളികളും പ്രത്യേകമായിട്ട് സർക്കാരും മറ്റ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം മാത്രമേ മുന്നോട്ടേക്കുള്ള നടപടികൾ എടുക്കാൻ കഴിയൂ. മോട്ടി സാരംഗ്, അതുപോലെ പതിവായി വെള്ളക്കെട്ടും ദുരിതവും ഉണ്ടാവുന്ന പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ മഴ കാരണം? മോത്തി, നിലവിൽ വടക്കൻ കേരളത്തിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ മഴ കനക്കുകയാണെങ്കിൽ വിവിധ തരങ്ങളിലുള്ള ആദ്യം തന്നെ മലയോര പ്രദേശത്തും പിന്നീട് തീരദേശ മേഖലകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് ഈ ജില്ലാ ഭരണകൂടങ്ങൾ നീങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുൻകരുതലുകളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പെട്ടെന്ന് വരുന്ന സമയത്ത്, ഇങ്ങനെ മഴ കനക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ കാര്യമായിട്ടും അധികൃതർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് സ്വീകരിച്ചുകൊണ്ട് വേണം ആളുകൾ ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു മാറ്റിപ്പാർപ്പിക്കലിനടക്കമുള്ള മുന്നോട്ടേക്കുള്ള നടപടികൾക്ക് തയ്യാറാവേണ്ടത്.